ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം തമ്പനയിൽ കണ്ടതുപോലെ ദൈവവിശ്വാസവും അന്ധവിശ്വാസവും. ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളും അത് എന്നെപ്പോലെ മറ്റുള്ളവർക്ക് ഇതുപോലെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടുവാൻ കൂടി വേണ്ടിയാണ്. കാരണം നമ്മളെല്ലാം വിശ്വാസികളാണ്, വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടാവും. മനുഷ്യർ പല കാറ്റഗറിയിലുണ്ട്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ഈശ്വരനിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് എല്ലാം ഈശ്വരനിൽ നിന്ന് വരുന്നു, എല്ലാം ഈശ്വരൻ്റെ ഇതാണെന്ന് പറഞ്ഞ്, അതായത് ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം കാരണം ഈശ്വരനാണ്, എനിക്ക് വിധി തന്നതും ഞാനിങ്ങനെ ജീവിക്കാനുള്ള എല്ലാതും ഈശ്വരൻ തന്നതാണെന്ന് പറഞ്ഞ് വിധിയെ പഴിച്ചുകൊണ്ടും ഈശ്വരനോട് അധികം സ്നേഹവും അവരെപ്പോഴും നല്ല ഭക്തയും ഒക്കെ ആയിരിക്കും. പരാതി നമുക്കുണ്ടാവും. ദൈവമേ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അത് ഏത് വിശ്വാസമാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് നല്ല നല്ല ആത്മാർത്ഥമായിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് എല്ലാ സങ്കടങ്ങളും നമുക്ക് എന്ത് ജീവിതത്തിൽ എത്ര മോശ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവമേ എന്ന് പറഞ്ഞ് ഒരുപാട് നമ്മൾ നിന്ന് കരയും. അപ്പോഴെന്താണ് നമുക്ക് ലഭിക്കുന്നത്? ആശ്വാസം കിട്ടും, അല്ലേ? അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കരഞ്ഞ് ചില ആരാധനയിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കരഞ്ഞ് ആ കരച്ചില് കരയുന്തോറും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കുടം, അതായത് ഒരു സങ്കല്പമാണ്, ആ കുടത്തിൽ നിറയും കരച്ചിലിൻ്റെ വെള്ളം നിറഞ്ഞ് ലാസ്റ്റ് നിങ്ങളെ ദൈവം രക്ഷിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മൾ ഓരോ ദിവസവും കരച്ചിലിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കരയാനുള്ള അവസരം ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ദൈവം ഇറങ്ങി വന്ന് നമ്മളോട് പറഞ്ഞതല്ല. ഈശ്വരൻ മഹാസത്യമാണ്. ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരുണ്ട് നിരീശ്വരവാദികൾ. അവർ ചെയ്യുന്നത് എന്താണ്? അവർ ഒരു അമ്പലത്തിലും പോവില്ല, ഒരു പള്ളിയിലും പോവില്ല, ഒന്നിനും പോവില്ല. അവർ പറയും നന്മ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. ഈശ്വരൻ എന്ന് പറയുന്നത് അതാണ്. ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്നതിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ എല്ലാവർക്കും അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് എല്ലാവരും ജീവിതം ഒരുപോലെയല്ല. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യമല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളിൽ പലരും ജീവിക്കുന്നത് പല ജീവിത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്താൻ വേണ്ടി ദൈവമേ എന്ന് ആശ്രയിച്ച് പോവും. ശരിയല്ലേ? ദൈവമേ എന്നെ സഹായിക്കണേ, എനിക്ക് ആരുമില്ലാത്തൊരു ദൈവം തുണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്, നമുക്കൊരു ശക്തി കിട്ടും. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ വിളക്ക് കാണുമ്പോൾ പലരും പറയാറുണ്ട് എന്തോ ഒരു പവർ വന്ന പോലെ, മനസ്സിനൊരു ആശ്വാസം. അത് മതി. നമ്മുടെ മൈൻഡാണ് എല്ലാത്തിനും കാരണം. മനസ്സിലെ ഓരോരോ ചിന്തയാണ് എല്ലാം എത്തി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും 90% നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബാക്കി 10% നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് എഫക്റ്റ് ചെയ്ത് നമ്മളെ ഈ ഞാൻ പറഞ്ഞ പോലെ ചൈൽഡ്, അതായത് ഇന്നർ ചൈൽഡ് നമുക്ക് കിട്ടുന്ന മുറിവുകളെല്ലാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഇപ്പം നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല, അത് നമുക്കത് മനസ്സിലാവില്ല. ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് അതിന് എന്താണ്, ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ യൂണിവേഴ്സ്, അതായത് ദൈവം എന്ന് പറയുന്ന ശക്തിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ ഉപബോധ മനസ്സാണ്. ഓക്കെ, അപ്പോൾ അതാണ് മനസ്സിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതങ്ങ് റിയാലിറ്റിയിലേക്ക് വരുമെന്ന് പറയുന്നത്. എന്ന് കരുതി നമുക്കൊന്നും ചെറുപ്പകാലങ്ങളൊന്നും നമുക്കറിയില്ല, നമ്മളിതൊന്നും കേട്ടൊന്നും ഇതിട്ടല്ല. ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ലൈഫ് ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ അറിഞ്ഞല്ലോ, ഇതൊക്കെ അറിഞ്ഞ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ഇങ്ങനെയാണ് മൈൻഡിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്നും ഇനി എങ്ങനെ ജീവിതം അടിപൊളിയാക്കാമെന്നാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം. കരഞ്ഞ് കൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്
ദൈവമേ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു, നീ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അത്ഭുതം നിറയ്ക്കുന്നു നീ എൻ്റെ ലൈഫിൽ. എന്നോട് അകന്നു നിന്നവരെല്ലാം എന്നോട് നന്നായിട്ട് അടുക്കുന്നു, അവർക്ക് എന്നോട് എന്ത് സ്നേഹമാണ് ദൈവമേ എന്ന് നമുക്ക് പറയാം. അല്ലാതെ എൻ്റെ ലൈഫ് ഇങ്ങനെയായി, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിലൊന്നും നടന്നില്ല, ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, എന്തിനീ ജന്മം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അറിവില്ലായ്മ മൂലം നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇനി അതിൻ്റെ ആവശ്യം തന്നെയില്ല. ഞാൻ പറഞ്ഞില്ലേ, നിരീശ്വരവാദികൾ ചിന്തിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അവർ ഇങ്ങനെ വിശ്വസിക്കുന്നു, കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. പലരുടെയും ജീവിത സാഹചര്യം വ്യത്യാസമാണ്. അപ്പം സങ്കടങ്ങൾ ഏറുമ്പോൾ നമ്മളൊന്നൊരു ആശ്വാസത്തിന് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകും. പക്ഷേ അന്ധവിശ്വാസമായി മാറുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ആ ഒരു ശക്തിയിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്, എല്ലാം ദൈവം ചെയ്യും, നമുക്കൊരു റോളുമില്ല, എല്ലാം ദൈവം ചെയ്യും, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി, എല്ലാം ദൈവം കൊണ്ടുതരും. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന പോലും നടക്കുന്നത് ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അവിടെ ആ യൂണിവേഴ്സുമായിട്ട് കണക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ വിശ്വസിക്കുന്നു ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. യെസ്, അത് തന്നെ സത്യം. അപ്പോൾ നമ്മളങ്ങനെ വിശ്വസിക്കുന്നു, നമുക്ക് ദൈവം കൂടെയുണ്ട്, ദൈവം എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ ടഫസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ എന്തിനാണ് എനിക്ക് ഈ വിധി തന്നത് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ജൽപ്പനം ചൊല്ലരുത് എന്നുള്ളതും പല ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്കും അറിയാം മതിയോ? അതായത് ഇപ്പം പല മതഗ്രന്ഥങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ദൈവത്തിനെ തള്ളി പറയരുത്, അതേപോലെ അങ്ങനെയില്ല ഒന്നും പറയരുത് എന്നുള്ളത്. തള്ളി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ടഫസ്റ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി എന്തിനാണ് എനിക്ക് ജീവിതം തന്നതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കരയുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് ദൈവം തരുന്നതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ടഫസ്റ്റ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നോ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണെന്നുള്ള സത്യം. അത് അറിഞ്ഞോ അറിയാതെ നമ്മളതിൻ്റെ ഭാഗമായി തീരുന്നതാണ്. ഓക്കെ, ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് ചില കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മളറിയാതെ പോലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിന് ഉത്തരവാദി ദൈവമാണോ? ഒട്ടുമല്ല. പിന്നെ അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, പല പല കാറ്റഗറിയിലുണ്ട് മനുഷ്യർ. നന്നായിട്ട് ആത്മാർത്ഥമായി എല്ലാം ദൈവം തരുമെന്ന് വിശ്വസിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിരീശ്വരവാദികൾ. മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്, ജസ്റ്റ് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? അമ്പലത്തിലൊക്കെ പോവും, പള്ളിയിലൊക്കെ പോവും, ജസ്റ്റ് ഒന്ന് അവിടെ നിൽക്കും, ഒന്നൊക്കെ കേട്ട് കൊണ്ടുപോരും. അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അവരൊന്നും പ്രാർത്ഥിക്കുന്നു, അവർ പറയുന്നതാണ്. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, എല്ലാം അങ്ങനെ നടന്നു പോകുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പല ജീവിത സാഹചര്യമാണ്. അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ആ ഒരു ലെവലിൽ അവരുടെ മൈൻഡ് അവർക്ക് അങ്ങനെ ഉയരണമെന്നോ അല്ലെങ്കിൽ ലൈഫിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ തന്നെയാണ് കൂടുതൽ പേരും എനിക്ക് തോന്നുന്നു ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല, ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥിപ്പിക്കുന്നത് പോലും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് എല്ലാം അതിൽ നിന്ന് വരുന്നു, എല്ലാം ഇതിന്ന് ചെയ്യുന്നു, എന്നിട്ട് നമുക്കൊരു റോൾ ഉണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യും? അത് വിശ്വസിച്ച് നമ്മളിങ്ങനെ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് ആക്ഷൻ എടുക്കുക തന്നെ വേണം. ആക്ഷൻ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആക്ഷൻ എടുക്കുന്നവന് ലഭിക്കുന്നുണ്ട്. മറുഭാഗത്ത് ദൈവത്തിനെ പോലും വിളിക്കാതെ നിരീശ്വരവാദിയായിട്ട് നടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ വലിയ വിശ്വാസികളൊന്നും ആയിരിക്കില്ല. പക്ഷെ അവർ നല്ല അടിപൊളിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ ഇതെന്തൊരു മറിമായം. കാരണം ഞാൻ ഏത് നേരവും ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഇതൊക്കെ നിൻ്റെ പരീക്ഷണങ്ങളാകാം അല്ലേ എന്ന് കരുതി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്, നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നതാണ്. ഇപ്പോഴും ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമുക്കും കുറേ ചെയ്യാനുണ്ട്. കാരണം ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ അയക്കും. നമ്മളത് തിരിച്ചറിയണം എന്നാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ചില വാക്കുകൾ കൊണ്ടുവന്നത് വീണ് പോകാതെ നമ്മളത് റിയലൈസ് ചെയ്ത് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കൂടുതലും നമുക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അതായത് നമുക്കൊക്കെ നല്ല
ഈ ജീവിതം എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്ത സിറ്റുവേഷൻസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു, ഇതിന് മുന്നേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. അത് നമ്മുടെ കർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ലൈഫിൽ നമ്മളിങ്ങനെ ചിലപ്പോൾ അതിൻ്റെ ഒരു ബേസിലായിരിക്കാം എന്ന് കരുതി പാസ്റ്റിൽ എനിക്ക് കുറേ വിഷമങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതെന്നും പറഞ്ഞ് തളർന്നിരിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തകളെ ഒന്നും നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല. അത് പോസിറ്റീവായിട്ട് നമ്മളെ ലൈഫിൽ നമ്മൾ കാണുക. നമുക്ക് ഇപ്പോൾ ജോലിയിലാണ് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതിലാണ് നിങ്ങൾ ടാലൻറ്റ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതിൽ നിങ്ങൾ എന്തൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ അതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാമെന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ആ ആശയം തന്നെ എടുത്തിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലാക്കി കൊണ്ടുവന്ന് കൊടുക്കാം. നമ്മൾ ഏതിലാണ് ടാലൻറ്റ് എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയണം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറ്റുള്ളവരുടെ രൂപത്തിലാണ് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയിൽ പെട്ടുന്ന ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു. ദൈവമേ, കുഞ്ഞുനാളിലൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു. ദൈവമേ, നാമനാമം ചെല്ലുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉണ്ടാകല്ലേ, എൻ്റെ വീടിനൊന്നും ഉണ്ടാകല്ലേ, നമുക്കറിയില്ല. അങ്ങനെയാണെന്ന് പ്രാർത്ഥിപ്പിച്ചത്. പിന്നെ ഓൾറെഡി നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ സെൻസിറ്റീവ് ആയതുകൊണ്ടും പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുള്ള സാധ്യതയേറി. പിന്നെയാണ് വിഗ്രഹങ്ങളിലൊന്നും പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ലഭിക്കുമോ, അങ്ങനെയൊക്കെ ചിന്തകളൊക്കെ മനസ്സിൽ പല ചിന്തകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറി എനിക്ക് എൻ്റേതായ ഒരു ലെവലിൽ ഞാൻ എൻ്റെ മൈൻഡിനെ തിരിച്ചു വിട്ട് ഞാൻ പ്രപഞ്ച സത്യത്തിനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. അത് ഏത് വിശ്വാസമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി. അപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതിൽ നിന്ന് ഞാൻ എല്ലോയെ പഠിച്ചു തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ദൈവം എന്താണ് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. കാരണം ദൈവം എന്നെ അവിടെ നിന്നും ശരിക്കും പറഞ്ഞാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അത് ഏത് രൂപമാണെങ്കിലും, അമ്പലത്തിൽ നിന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും ഏതാണെങ്കിലും ശരി, ദൈവം എന്നെ സത്യം പറഞ്ഞാൽ സഹായിച്ചിട്ടേ ഉള്ളൂ, കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അത് പലതിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ട്, പല സ്ട്രഗിളിലൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട്. ഞാനും ഇതേപോലെ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫ് എന്താണ് എന്താണ് ഇങ്ങനെ, എനിക്ക് മാത്രമുള്ള സങ്കടം. നോക്കുമ്പോൾ നമുക്കൊന്നുമുള്ള സങ്കടം ഒന്നുമല്ല. നമ്മൾ ഒരുപാട് പേരെ കാണുമ്പോൾ അവർ പറയുന്നതായ വേദനകളിലൂടെ നമ്മളും കടന്നു പോകുമ്പോൾ നമ്മുടെ ഒന്നുമല്ല, നമ്മളൊക്കെ സീറോ. എന്നിട്ടും ചെറിയ വിഷമങ്ങൾ മനസ്സിൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിനെ ഓർത്ത് വെറുതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചു തുടങ്ങി. ദൈവമേ, അവർക്ക് അതിൻ്റെയൊക്കെ പുണ്യം നമ്മുടെ ഉള്ളത് കൊണ്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ മറ്റൊരാളുടെ സങ്കടം നമ്മൾ ഉള്ളിലേക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല. എനിക്കൊക്കെ പറ്റിയ തെറ്റാണ്. വേറൊരാളുടെ ഒരു വ്യക്തിയുടെ വിഷമം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഞാനത് വിഷമം കൊണ്ട് നടക്കും. ഞാനത് എൻ്റെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ആരെങ്കിലും സങ്കടം പറഞ്ഞു വരികയാണെങ്കിൽ അവർ നമുക്ക് ആശ്വസിപ്പിക്കാൻ പല വഴികളുണ്ട്. നിങ്ങൾ ചെയ്യുന്നത്, അതായത് ഏറ്റവും വലിയ ബെസ്റ്റ് എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അതേത് വിശ്വാസമായിക്കോട്ടെ എല്ലാം പവിത്രമാണ്. ഞാൻ ഒന്നിനെയും ഇതാക്കി പറയുന്നില്ല, എല്ലാം പവിത്രം തന്നെയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം തന്നിരിക്കുന്നു എനിക്ക്. നമ്മൾ ബാക്കോട്ട് ചിന്തിക്കുമ്പോൾ ദൈവം എനിക്ക് തരാത്തതൊന്നുമില്ല. ബാക്കിയെല്ലാം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നു പോയതാണ്, എൻ്റെ ചിന്തകൾ കൊണ്ട് വന്നു പോയതാണ് എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിക്കും. പക്ഷേ അന്ധവിശ്വാസമായിട്ട് നമ്മൾ ഓവറായിട്ട് ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം ഈശ്വരനെ അർപ്പിച്ച് കഴിയുമ്പം പ്രശ്നം വരുന്നത്, നമുക്ക് എന്തെങ്കിലും ടഫസ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വരുന്ന സമയത്ത് നമ്മളവിടെ പതറിപ്പോവും, നമ്മളാകെ വിഷമിക്കും. ദൈവം പോലും എന്നെ കൈവിട്ടു, ഈശ്വരന് പോലും എന്നെ വേണ്ട, എന്തിനാ എന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതിന് ദൈവത്തിന് യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. കാരണം ദൈവം എല്ലാവരും നല്ല രീതിയിൽ, അതായത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കാനാണ് ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. പ്രപഞ്ചത്തിന് ചില നിയമങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഏറ്റവും വലിയ സത്യം. ആ നിയമങ്ങൾ നടപ്പാവുന്നു, അത്രയേ ഉള്ളൂ. ആ നിയമത്തിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് വേണ്ടത്.
ഏതാണ് എപ്പോഴും കൃതജ്ഞതാ മനോഭാവം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. നമ്മൾ എല്ലാത്തിനും കൃതജ്ഞത പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. അതേപോലെ ഇനി എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വിഷമവും ഉണ്ടാവില്ല. രണ്ട്, നമ്മൾ അഫർമേഷൻ, നമുക്കില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഉള്ളതായിട്ട് കണ്ടുകൊണ്ട് പറയുകയാണ് അല്ലേ. അതിനെയല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത്. നിങ്ങളില്ലാത്തതിനെ ഉള്ളതുപോലെ വിചാരിക്കാൻ മതഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അന്ധവിശ്വാസം എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എല്ലാം ആ ശക്തിയിൽ നിന്ന് വരുന്നു. പ്രശ്നങ്ങൾ മൊത്തം ആ ശക്തിക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം ദൈവം ആണ് എന്നുള്ള അങ്ങനെ വിശ്വസിച്ച് അതേപോലെ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. എല്ലാം അതൊന്ന് നമ്മളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ഡാൻസ് കളിക്കുന്നത് തെറ്റാണെന്ന് പറയും. അതേപോലെ നമുക്കിഷ്ടമുള്ള ഇത് ചെയ്യാം. നമുക്ക് ദൈവം തന്ന കഴിവ്, കലയാണത്. കല വളർത്തിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. ഡാൻസ് കളിക്കരുത്, നമ്മൾ ആഭരണങ്ങൾ ഇടരുത്, നമ്മൾ പൊട്ട് തൊടരുത്, ഇങ്ങനെയൊക്കെ പറയും. പല ഇതിലും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, പൂർണ്ണമായും വിശ്വസിക്കുക. നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ലത് മാത്രം എടുക്കാം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. എപ്പോഴും ദൈവഭയം ഉള്ളത് നല്ലതാണ്. കാരണം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവില്ല. നല്ലതാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആരെയും വെറുപ്പിക്കാതിരിക്കുക. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. പിന്നെ നമ്മൾ ബൈബിളിലൊരു വചനമുണ്ട്. എന്താ പറയുക, നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിച്ചാൽ നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ടല്ലേ. അതിൻ്റെ അർത്ഥം നിന്നെപ്പോലെ സ്നേഹിക്കുക എന്നതാണ്. അത് സെൽഫ് ലവ് ആണ്. അതായത് നീ നിന്നെപ്പോലെ സ്നേഹിക്കുക. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു സത്യമാണ്. പലപ്പോഴും അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വേഗം പോയി അയൽക്കാരൻ എന്നുദ്ദേശിച്ചത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആളുകളെയാണ്. അവരെയൊക്കെ എന്താ പറയുക, നമ്മൾ ഇതിൽ അയൽക്കാരായാലും നമ്മളെ ബന്ധുക്കളെ ആയാലും എല്ലാവരോടും നമുക്ക് എന്താണ് സ്നേഹം കാണിക്കുക. ദൈവം അതല്ലേ പറയുന്നത്, സ്നേഹമാണ് ദൈവം അല്ലേ. അപ്പം സ്നേഹം കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരുന്നു അത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളോട് എതിർപ്പുള്ള ഒരു ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒക്കെ അഭിനയമാണ് അല്ലെങ്കിൽ ഒരു സോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. ആ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ആ ഒരു പ്രവൃത്തി ഞാൻ നിർത്തി. കാരണം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. സ്നേഹം മനസ്സിലുണ്ടായപ്പോരെ എന്ന് കരുതി. കാരണം നമ്മൾ ഒരിക്കലും ഒരാളെടുത്ത് പോയിട്ട് മാപ്പ് പറയാനോ അല്ലെങ്കിൽ സോറി എനിക്കിന്നത് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്നോ നേരിട്ട് പറയാനോ നിൽക്കേണ്ട ആവശ്യമില്ല. മനസ്സുകൊണ്ട് നമ്മൾ ക്ഷമ ചോദിക്കുക. അതല്ല എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടില്ല, ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഖുറാനും ഞാൻ വായിച്ചിട്ടില്ല. എല്ലാ മതഗ്രന്ഥങ്ങളും ഒന്നിനൊന്ന് പവിത്രമാണ്. അത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. കാരണം എല്ലാത്തിലും പറയുന്നത് ദൈവം സ്നേഹമാണെന്നാണ് അല്ലേ. നമുക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവർ പറയാറുണ്ട് ഈ നൊയമ്പെടുക്കുന്ന സമയത്ത് ആ പുണ്യദിനം എന്ന് പറയുമ്പം പട്ടിണി കിടക്കുന്നവർ അവരുടെ വിശപ്പറിയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരം നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഉള്ള ആ അവസ്ഥ, ആ പുണ്യ നൊയമ്പ് ഞാൻ എടുത്തിട്ട് ഒരു പ്രാവശ്യം ചെറുപ്പത്തിലേറ്റം ഞാനൊരു കൗതുകത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ 6 മണിയാവാൻ കാത്തുകയായിരുന്നു. പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് അത്രയ്ക്ക് പവറാണ്. ഓരോന്നിനും അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പം അന്ധവിശ്വാസമായി പോകരുത്. എന്തിനും എന്ത് വേണം, എന്തിനും നമുക്കറിയാലോ അധികമായ അമൃതവും വിഷമാണെന്ന്. അപ്പോൾ എന്തിനും അധികമായി പോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. പൂർണ്ണമായി എല്ലാം വിട്ടുകൊടുത്ത് നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കരുത്. നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാ സങ്കടങ്ങൾക്കും കാരണം ഈശ്വരനല്ല. ഈശ്വരൻ കൊടുക്കുന്ന വിധിയൊന്നുമല്ല. ഈശ്വരനെ കുറ്റം പറയാറുണ്ട് പലരും. ഈശ്വരത്തിൻ്റെ വിധി അല്ലാത്ത വിധിയൊക്കെ ദൈവം അവർക്ക് കൊടുത്തത് അവളുടെ വിധി എന്നൊക്കെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഒരിക്കലുമല്ല. നമ്മുടെ ലൈഫ് കുറേയൊക്കെ നമ്മൾ നമുക്കിപ്പം മാരകമായ അസുഖങ്ങളൊക്കെ വന്നിപ്പെടാറുണ്ട് ചില ആൾക്കാർക്കൊക്കെ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ഈശ്വരൻ കൊടുക്കുന്നതാണോ, അതല്ലെങ്കിൽ അവർ ഉണ്ടാക്കി വെക്കുന്നതാണോ? ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് എങ്ങനെ അത് വന്നു എന്നുള്ളത്. ചിലപ്പോൾ അവരുടെ ലൈഫ് ടൈമിൽ ചിലപ്പോൾ അതൊക്കെ അനുഭവിച്ച് മരിക്കണമെന്നായിരിക്കും അവരുടെ ഒരു വിധിയെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അതവർ സ്വീകരിച്ച് അവർ മരിച്ചു, ഓക്കെ എന്ന് കരുതി ഇതെല്ലാം ദൈവം കൊടുത്തതാണ് ഒരിക്കലുമല്ല. ദൈവം എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്ന
എന്താ പറയുക, അത്യധികം നമ്മൾ ദൈവത്തെ ആരും തോളം കണ്ടിട്ടില്ല. എല്ലാവരും പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ദൈവം പല രൂപത്തിൽ നമ്മുടെ അടുത്ത് വരും, മനുഷ്യരുടെ രൂപത്തിൽ വരും. ആഹാരം കിട്ടാതെ വിഷമിക്കുന്നവർ ചില സ്ഥലത്ത് പോകാറുണ്ട്. സ്ഥലത്ത് ഞാൻ കേട്ടതാണ്. അതായത് ഒരു വ്യക്തി, അയാൾ ഭയങ്കര വിശ്വാസിയാണ്. അയാൾ പറയാണ്, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ്, ഒരു ആഹാരം ആരെങ്കിലും വാങ്ങിത്തരുമോ എന്നോർത്ത്. അപ്പോഴുണ്ട് ഫുഡിന് വേണ്ടി വിളിക്കുന്നു എന്നൊക്കെ. അപ്പം ചില മനുഷ്യരുടെ രൂപത്തിൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. അത് ആ വ്യക്തി ആ സമയത്ത് ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം അതൊക്കെയാണ്, അത് ദൈവം അങ്ങനെയാണ് ഓരോരുത്തരെയും നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഇതിൽ കിടന്ന് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഇതേപോലെയുള്ള ദൈവവിശ്വാസം അന്ധവിശ്വാസമായി പോയ സമയത്ത് മാനസികമായി തകർന്ന് എൻ്റെ അവസ്ഥ പോലും ഞാൻ ഇത്രയും വിശ്വാസിയായ ആത്മാർത്ഥമായ സ്നേഹം ഞാൻ കാണിച്ചിട്ട് പോലും എൻ്റെ ഒരു വിഷമത്തിന് ഒരു പരിഹാരമില്ലേ എന്നോർത്ത് കരഞ്ഞ ദിവസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഈ വിഷമങ്ങൾ മൊത്തം അട്രാക്റ്റ് ചെയ്യായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ കൈവിട്ടിട്ടൊന്നുമില്ല. കാരണം ഞാൻ പോയ സ്ഥലത്ത് എന്നെ പഠിപ്പിച്ചതായ ചില കാര്യങ്ങളായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല. അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഓക്കെ, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു സുഹൃത്തിനെ തന്നെ കിട്ടുകയും ആ സുഹൃത്തിലൂടെ അത് ദൈവം അയച്ചതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുക. കാരണം ആ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു സുഹൃത്തിനെയാണ് എനിക്ക് ലഭിച്ചത് എന്നാണ്. അപ്പോൾ ആ സുഹൃത്തിന് കുറേ അറിവുകൾ കിട്ടിയപ്പോൾ സുഹൃത്ത് എന്ത് ചെയ്തു, എനിക്കും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. LOAയുടെ കുറേ വഴികളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി ലൈഫിൽ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല. വിശ്വാസിയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം എനിക്ക് ദൈവം സാധിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതിനെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ലൈഫിൽ ടഫസ്റ്റ് സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോഴും ഞാൻ ദൈവത്തിന് പഴിക്കുന്നില്ല. പകരം ഞാൻ ചെയ്യുന്നൊരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങളുടെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് താങ്ക് യു ഗോഡ്. നമ്മൾ ഇങ്ങനെ ചെയ്യണം. അതാണ് അതിൽ നിന്നും നമുക്ക് ഉയർത്തി വരാനുള്ള ശക്തി കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, സ്വയം പഴിക്കുകയോ ദൈവത്തിനെ പഴിക്കുകയോ ചെയ്യരുത്. എല്ലാത്തിലും അതിൻ്റേതായ മഹത്വമുണ്ട്. അപ്പോൾ അന്ധവിശ്വാസികളായിട്ട് നമ്മൾ പലതും നമ്മൾ ത്യജിച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുതെന്നാണ് ഞാനിവിടെ പറഞ്ഞത്. വേറെ ഒന്നിനും അവഹേളിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇത് തിരഞ്ഞെടുക്കുന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. നമ്മൾ ഏത് വിശ്വാസമാണോ അതിനെ മുറുകെ പിടിക്കുക. അന്ധമായിട്ട് നമ്മൾ അതിലേക്ക് പോകാതെ നമ്മൾ എല്ലാത്തിനും ഒരു എന്താ പറയുക, ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട്. ഈശ്വരൻ എപ്പോഴും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. രാമായണം ആയിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, ഖുറാനായിക്കോട്ടെ, അതിലൊക്കെ പല കഥകളും നമുക്കുണ്ട് അല്ലേ. യേശുക്രിസ്തു നമുക്ക് വേണ്ടിയൊക്കെ മരിച്ചു. അത്രയും നല്ല വ്യക്തിത്വത്തിനുടമ, അത്രയും പവിത്രമായൊരു മനുഷ്യൻ, അത്രയും മനുഷ്യല്ല ദൈവം. അപ്പോൾ നമ്മൾ ദൈവമായി ആരാധിക്കുന്നു. അതേപോലെ നമ്മൾ കൃഷ്ണനെ ആരാധിക്കാത്തൊരാരാണുള്ളതല്ലേ. കൃഷ്ണഭക്ത എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വലിയ ഒരു ഇതാണ്. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകാത്തൊരാരാണുള്ളത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ബൗണ്ടറി നമ്മൾ വെക്കണം. കൂടുതലായിട്ട് അന്ധമായി കൃഷ്ണനെല്ലാം ചെയ്തുകൊള്ളും, അല്ലെങ്കിൽ ജീസസ് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തുകൊള്ളും, ഞാനൊന്നും ചെയ്യേണ്ടെന്ന് തന്നെ മാറിയിരിക്കുകയല്ല. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആക്ഷൻ എടുക്കുക. നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരിക. പ്ലസ് ദൈവം നമ്മളെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റീസ് വേണം. അങ്ങനെ ക്വാളിറ്റീസ് ഉള്ളവർ ഒരിക്കലും ദൈവം കൈവിടുകയില്ല, ഉറപ്പാണ്. അതുതന്നെയാണ് പ്രപഞ്ച സത്യവും. കാരണം നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് നന്മ ലഭിക്കുന്നു, കുറ്റത്തരം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടുന്നു. കർമ്മയുണ്ട്. അതായത് നമ്മൾ വിശ്വസിച്ച് വഞ്ചിക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിക്കും ഇവർ എൻ്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഏത് കാര്യമായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിപ്പിക്കും. നമ്മളത് ആത്മാർത്ഥമായി അവരങ്ങ് സ്നേഹിക്കും. ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത്, അവർ നമ്മെ വിട്ടിട്ട് പോവും. കറിവേപ്പില പോലെ വിട്ടു പോകുമ്പം ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നത് അപ്പുറമായിരിക്കും. പക്ഷെ വിടുന്നവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ വിട്ടു പോകുകയാണല്ലോ, അവരുടെ പാട് നോക്കിപ്പോയി. പക്ഷേ ഈ കർമ്മ എന്നു പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിൻ്റെ ദൂഷ്യഫലം നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നത് പോലെ, നമ്മളോട് ആരെങ്കിലും ഇതേ ദ്രോഹം ചെയ്താൽ വേറൊരു രീതിയിൽ അവർക്ക് അതിൻ്റെ ഒരു ഫലം ഇന്നില്ലെങ്കിൽ നാളെ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് കരുതി നമ്മളെപ്പോഴും അവരെ ശപിക്കുകയോ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകട്ടെ, അവരങ്ങനെയാട്ടെ, എന്നോട് ഇത്രയും ചെയ്തല്ലോ കിട്ടണം എന്നൊന്നും നമ്മൾ പറയണ്ട. ദേഷ്യം ഉണ്ടാവും, ആർക്കായാലും നല്ല ദേഷ്യം ഉണ്ടാവും.
നമുക്ക് കൊല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട, ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലേ, ഈ പ്രപഞ്ചത്തിന് കുറേ നിയമങ്ങളാണുള്ളത്. പ്രപഞ്ച നിയമം പറ്റിച്ചുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അനക്കാൻ പറ്റില്ല. നമുക്കൊരു രാജ്യങ്ങളിലെ നിയമം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. നമുക്കതിൽ നിന്നൊക്കെ മെല്ലെ ചാടിക്കടന്ന് പോവാം. പക്ഷേ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. നീ മറ്റുള്ളവനെ ചതിച്ചാൽ അതിൻ്റെ ഒരു ഫലം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് വേറൊരു രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ അറിയുക പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ കൂടെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് അറിയാമോ? അവരോട് മനസ്സിൽ അവർക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ മാപ്പ് കൊടുക്കുക, ക്ഷമ കൊടുക്കുക. മാപ്പ്, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിനക്കെല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ അവരെ ബ്ലെസ് ചെയ്യുക. കുറേ നാൾ നിങ്ങളിങ്ങനെ ചെയ്ത് വരുമ്പോൾ അവരോടുള്ള പക നിങ്ങളുള്ളിൽ നിന്ന് കുറഞ്ഞു വരുന്നതായി കാണാം. ഇത് അവർക്ക് ഗുണം ചെയ്യില്ല, നിങ്ങൾക്കാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ദൈവത്തെ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തെ പ്രാർത്ഥിക്കുക. അന്ധമായിട്ട് നമ്മൾ പലതിലും ചെന്ന് ചാടിയിട്ട് നമ്മൾ ജീവിതം ആത്മഹത്യയിലെ വക്കിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. കാരണം വേറൊരു കാര്യം ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഈ ആത്മഹത്യ ചെയ്യുന്ന, അതൊരു വേറൊരു വിഷയം തന്നെയാണ്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ അവരേത് മാനസികാവസ്ഥയിലാണ് അത് ചെയ്യുന്നത്, അത്രയും മനസ്സ് വെറുത്തിട്ടായിരിക്കും ആ ഒരു കടുങ്കൈ ആ സമയത്ത് തോന്നുന്ന ഒരു ചെറിയ നിമിഷത്തിൽ ചെയ്തു പോവുക. പക്ഷേ പുനർജന്മം എന്നൊരു സംഭവം നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊന്നുണ്ട്. ഇതിലും കഷ്ടതയുള്ള ലൈഫിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. അതുകൊണ്ട് ഈ ലൈഫ് ടൈമിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു. അതിൽ തോറ്റു പോകാനല്ല, അതിൽ ജയിച്ച് മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ആത്മാർത്ഥതയുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഉറപ്പായും ഈശ്വരൻ നമ്മുടെ കൂടെ, നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാ വിശ്വാസവും ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ വിശ്വാസവും നല്ലതാണ്. നമ്മൾ ഓവറായി കൂടുതൽ അറ്റാച്ച്ഡായിട്ട് നമ്മളവിടെ തകർന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ മൈൻഡ് മാസ്റ്ററി കോഴ്സ് ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ മാസ്റ്ററാകാൻ സഹായിക്കും ഈ ക്ലാസ്. നമുക്കൊക്കെ അറിയാം, മനസ്സ് ഏത് നേരെ ചാടിക്കൊണ്ടിരിക്കും. ഒന്നിൽ നിന്നും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ കറക്റ്റായി തീരുമാനം എടുക്കാനും അതേപോലെ മനസ്സിൻ്റെ നിലവിലുള്ള ബ്ലൂ പ്രിൻ്റ് മാറ്റി വരയ്ക്കാനും സഹായിക്കും. പിന്നെ അതേപോലെ സമ്പത്തിനെക്കുറിച്ച് നമ്മുടെ തെറ്റായ ചിന്താഗതി മാറ്റി പുതിയൊരു ചിന്താഗതി ഉള്ളിലേക്ക് നിറയ്ക്കാൻ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ കുടുംബജീവിതം എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഈ ക്ലാസ് ഉപകരിക്കും. അതുപോലെ ESP അതീന്ദ്രിയ ജ്ഞാനം എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനുള്ള പ്രാക്ടീസ്, അതേപോലെ ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ്. ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ പാഞ്ഞെടുക്കും. അപ്പോൾ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുന്നതാണ്. അതിൽ എന്നും എഫർമേഷൻസും ചില ടാസ്കുകളൊക്കെ കൊടുക്കും. അത് നിങ്ങൾക്ക് ആ ക്ലാസ് വരെ ആ ഒരു ഫ്രീ ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ അതിൽ കൊടുക്കാം, മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം വരാം. താങ്ക് യു.